ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 41. കുറേയധികം കാര്യങ്ങൾ നടന്ന ഒരു എപ്പിസോഡാണിന്ന്. ജയിൽ നോമിനേഷൻ, ക്യാപ്റ്റൻസി നോമിനേഷൻ ആൻഡ് ക്യാപ്റ്റൻസി ടാസ്ക്, ആരാണ് ക്യാപ്റ്റൻ ആയത്, അതോടൊപ്പം തന്നെയാണ് ഒരു മത്സരാർത്ഥിക്ക് ബിഗ് ബോസ് ഇന്നൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ സംഭവിച്ച ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് വരാം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് നന്ദനയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. നന്ദനയ്ക്ക് ബിഗ് ബോസ് സമ്മാനിച്ച നന്ദനയും അമ്മയും ഒരുമിച്ചുള്ള ആ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ മനോഹരമായൊരു ഫോട്ടോ. അത് ഒരു പോസിറ്റീവ് എനർജി ഒരു പക്ഷേ കാണുന്ന ആൾക്കാർക്ക് കിട്ടുമായിരിക്കും. ഹൗസിലുള്ളവർക്ക് കൊടുത്തില്ലെങ്കിലും ഈ ഒരു വിഷ്വൽ കാണുന്നവർക്ക് ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ സോങ്ങിലേക്കാണ് പോയത്. പാട്ട് കഴിഞ്ഞ് എല്ലാവരും പതിവ് പോലെ വളരെ ആക്റ്റീവായിട്ട് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ വന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയായിരുന്നു. അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ജാൻമണിയും ജിൻഡോയും അർജുനും പിന്നെ അൻസിബയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അർജുൻ ജിൻഡോയോട് പൂരി വേണമെന്ന് ചോദിച്ചു. പൂരി വേണമെന്ന് ചോദിച്ചപ്പോഴേക്കും ജിൻഡോ പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ കഴിച്ചതിന് കണക്കില്ല, 7 8 എന്തോ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു. 8 എന്നുള്ളത് ആക്കിക്കൂടെ, ഞാൻ ആ വാക്ക് പറയുന്നില്ല, ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. അത് ജാൻമണിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഹേർട്ടായി. ബേസിക്കലി അവർക്ക് ഹേർട്ടായി. ഇവർ മീറ്റിംഗ് കൂടിയ സമയത്ത് മീറ്റിംഗ് ഏരിയയിൽ വെച്ചിട്ട് സംസാരിച്ചത് ഇങ്ങനെയാണ്. വളരെ റിക്വസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. കാരണം ജാൻമണി കഴിഞ്ഞ ഒരാഴ്ച ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പവർ റൂമിൽ കയറിയതിനു ശേഷം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ആരോടും പ്രൊവോക്കേഷനോ അല്ലെങ്കിൽ വഴക്കിനോ ഒന്നും പോകാണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നിതും വളരെ റിക്വസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഇതൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് ഒരാൾ ഒരു വാക്ക് ഇങ്ങനെ ഉപയോഗിച്ചു, എനിക്കത് പേഴ്സണലി ഹേർട്ടായി. അത് ഹേർട്ടായ ഒരുപാട് പേര് പുറത്തുണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ നമ്മുടെ നോറ ഉണ്ടല്ലോ, നോറയ്ക്ക് പിന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, പ്രത്യേകിച്ച് ജാൻമണിയുടെ നാവിൽ നിന്ന്. അപ്പോൾ നോറ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വയലൻ്റായി. അത് ആരാണെന്ന് അറിയണം. നോറയ്ക്ക് കൂട്ടായിട്ട് ജാസ്മിനും അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ റസ്മിനും എല്ലാവരും, എനിക്ക് തോന്നുന്നു ഗബ്രിയും ജാസ്മിനും റസ്മിനും അതുപോലെ നോറയുമാണ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. ഇത് ആരാണെന്ന് അറിയണം, ഇല്ലെങ്കിൽ എല്ലാവരും പ്രതികളാവും, ഇതാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. അപ്പോൾ സിബിൻ ചാടി കഴിഞ്ഞിട്ട് പറഞ്ഞു, അത് അറിയണ്ട, അത് അറിഞ്ഞാൽ ശരിയാവത്തില്ല, അത് വിട്ടേക്കൂ, ആ കേസ് വിട്ടേക്കൂ എന്ന് പറഞ്ഞ് സിബിൻ സംസാരിച്ചു, ഋഷി സംസാരിച്ചു, പൂജയും അതുപോലെ ശരണ്യയും പവർ ടീമിലെ എല്ലാ ആൾക്കാരും സംസാരിച്ചു. പക്ഷേ ഇതുവർ വിടാൻ തയ്യാറായില്ല. ജാൻമണി ഇത് പറഞ്ഞിട്ട് ജാൻമണി നേരെ അകത്തേക്ക് പോയി, പവർ റൂമിലേക്ക് പോയി. പക്ഷെ അവർ തിരിച്ചു വന്ന് വീണ്ടും അവർ പറയുകയാണ്, ദയവ് ചെയ്ത് ഇത് എടുക്കരുത്, വിട്ടേക്കൂ, ഇതൊരു ഇഷ്യൂ ആക്കണ്ട. കാരണം ഓൾറെഡി ബിഗ് ബോസ് വാൺ ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കരുത്, മതപരമായ കാര്യങ്ങളൊന്നും സംസാരിക്കരുത് എന്ന് ബിഗ് ബോസ് വാൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജാൻമണി ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞത്, ഇത് സംസാരിക്കേണ്ട, ചർച്ചാ വിഷയമാക്കണ്ട. പക്ഷേ ഇവർ ഒരു വിധത്തിൽ വിടില്ല. അവസാനം റസ്മിൻ പറഞ്ഞിട്ട് പോലും ജാസ്മിൻ അത് മനസ്സിലാക്കുന്നില്ല. നോറയുടെ പ്രശ്നം ജാൻമണി നോറയെ നോക്കി പറഞ്ഞു, ജാസ്മിൻ്റെ പ്രശ്നം ജാൻമണി ജാസ്മിനെ നോക്കി പറഞ്ഞു. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇവരില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുവാണോ എന്നുള്ളതാണ്. അപ്പോൾ അവരിത് പറഞ്ഞിട്ട് അവർക്ക് പോയാൽ അത് കഴിഞ്ഞു. പിന്നെ അത് ആരാണ്, എന്താണ് കാര്യം, ഇതൊക്കെ അവർക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അവസാനം റസ്മിൻ പറഞ്ഞ് മനസ്സിലാക്കി, ഒരാൾ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ പല വഴിക്കും കണ്ണുകൾ പോവും. അതൊരു പക്ഷേ ഈ മാറ്റർ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് കണ്ണ് വന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതിനകത്ത് അവർ നിങ്ങളല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കുറ്റബോധമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ പറഞ്ഞ അവസാനം അതവിടെ നിർത്തി. വീണ്ടും ബിഗ് ബോസ് മീറ്റിംഗ് വിളിച്ച സമയത്ത് ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് സിബിനെ പ്രൊവോക്ക് ചെയ്ത് തുടങ്ങി. ഒരു ആംഗിളിൽ സിബിൻ ഇരിക്കുന്നു, മറ്റേ ആംഗിളിൽ ജാസ്മിൻ ഇരിക്കുന്നു. ജാസ്മിൻ സിബിനെ പ്രൊവോക്ക് ചെയ്ത് തുടങ്ങി. അതിനിടയ്ക്ക് ജാസ്മിൻ ഒരു വാക്ക് ഉപയോഗിച്ചു. സിബിൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ വേസ്റ്റ് ചിലയ്ക്കുന്നു എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ഇത് സിബിൻ കേട്ടോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. മറ്റാരും അത് കേട്ടതായിട്ട് തോന്നുന്നില്ല. കാരണം ആ ഒരു വാക്കിനെ കുറിച്ച് ആരും അവിടെ പരാമർശിക്കുന്ന കണ്ടില്ല. പക്ഷേ സിബിൻ ഒരു ആക്ട് കാണിച്ചു. സിബിൻ കാണിച്ചത് ഇങ്ങനെയാണ് പറയുന്നത്, അതിനകത്ത് എന്ത് തെറ്റുണ്ട്, തെറിയാണോ ആ വാക്ക്, അങ്ങനൊരു ആക്ഷൻ കാണിച്ചത് അല്ലെങ്കിൽ ഗസ്റ്റർ കാണിച്ചത് തെറിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ജാസ്മിൻ അത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റുകയും ജാസ്മിൻ ഈ സംസാരിച്ച വേർഡ് അവിടെ ആ ഒരു പുകമറയിൽ അങ്ങ് മറഞ്ഞു പോയി. പക്ഷെ സിബിൻ കാണിച്ച ആ ഗസ്റ്റർ എന്ത് ചെയ്തു, അതൊരു വലിയൊരു സംഭവമായിട്ട് മാറ്റി. അവസാനം സിബിൻ മാപ്പ് പറഞ്ഞു, സോറി പറഞ്ഞപ്പോൾ ചെയ്തിട്ടങ്ങ് സോറി പറഞ്ഞു പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ജാസ്മിൻ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടു, പോയിരുന്നു. പവർ ടീം എല്ലാവരെയും തിരിച്ചു വിളിച്ചു, മീറ്റിംഗ് വിളിച്ചു. സിബിന് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി ജാസ്മിനെ ഏൽപ്പിച്ചു. പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി ജാസ്മിൻ പറയുന്ന കാര്യം സിബിൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ജാസ്മിൻ ആ റൂമിൽ നിന്ന് പുറത്തു വന്നില്ല. നോറയും ആ മീറ്റിംഗിൽ പങ്കെടുത്തില്ല. അത് പവർ ടീമിനെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്തതിന് തുല്യമായി പോയി. പവർ ടീമിനെ മാത്രമല്ല, ബിഗ് ബോസിനെ. അപ്പോൾ ഇതൊന്നും ഇവർക്കൊരു വിഷയമല്ല. ഇന്നത്തെ ഉണ്ടായ ആ വിഷയം ബിഗ് ബോസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ബിഗ് ബോസ് കൺട്രോൾ ചെയ്തത് ഈ നമ്മുടെ റോഡിലൊക്കെ, പണ്ട് എൻ്റെ അച്ഛന് കടയായിരുന്നു. അപ്പോൾ കടയുടെ മുന്നിലൊക്കെ തല്ലുണ്ടാവാറുണ്ട്. രാത്രി ഒരു 10 മണിക്ക് 12 മണിക്കൊക്കെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് അവിടെ കിടന്ന് അടിയുണ്ടാക്കും, ഈ കള്ളൊക്കെ കുടിച്ചിട്ട്.
അപ്പോൾ എല്ലാം കഴിയുമ്പോഴേക്കും പോലീസുകാർ വരും. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ആക്ടിൽ എനിക്ക് മനസ്സിലായത്. കാരണം ഇവർ ഈ പറയുന്ന ആൾ ആരാണെന്ന് അറിയണം, എന്താണ് സംസാരിച്ചെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ തന്നെ വേണമെങ്കിൽ ബിഗ് ബോസിനെ ഓൺ ചെയ്യാമായിരുന്നു, ആ വിഷയം ഇവിടെ സംസാരിക്കേണ്ടെന്ന് ഓൺ ചെയ്യാമായിരുന്നു. പക്ഷേ ബിഗ് ബോസ് അത് ചെയ്തില്ല. അതിനുശേഷം ജാസ്മിനെ വേസ്റ്റ് വന്ന് ചലയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ബിഗ് ബോസ് ഓൺ ചെയ്തില്ല. പകരം സിബിൻ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് വീണ്ടും മീറ്റിംഗ് വിളിച്ചിട്ട് സിബിൻ ഓൺ ചെയ്യുന്നു. അത് ചെയ്ത് തെറ്റായിപ്പോയി, മോഹൻലാൽ വരുമ്പോഴേക്കും, അതായത് ശ്രീ മോഹൻലാൽ വരുമ്പോഴേക്കും ഇത് സംസാരിക്കുന്നതാണ്, ഇത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഗസ്റ്റേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. എന്തേ ബിഗ് ബോസിന് അവർ ബഹളം ഉണ്ടാക്കിയപ്പോൾ പറയാൻ തോന്നിയില്ലേ? അപ്പോൾ ബിഗ് ബോസിൻ്റെ ആവശ്യം എന്താണ്? തമ്മിൽ തല്ലിക്കുക എന്നുള്ളത് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇതൊക്കെയാണ് അവരുടെ കണ്ടന്റ്. എന്തായാലും അത് പോട്ടെ. അപ്പോൾ സിബിന് വാർണിംഗ് കിട്ടിയിട്ടുണ്ട്. എന്നെ കൺഫ്യൂസ് ചെയ്തിട്ടൊരു കാര്യം, ഈ സമയത്തൊന്നും ഗബ്രി ജാസ്മിന് വേണ്ടി സംസാരിക്കുന്നില്ല. ഗബ്രി അനങ്ങാണ്ട് ഒരിടത്ത് ഇരിക്കുകയാണ്, ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അതിനുശേഷം ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, ജാസ്മിൻ പോയിട്ട് ഗബ്രിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. നീ ഇത് കഴിഞ്ഞിട്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നില്ല, സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പം ഗബ്രി അത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ ജാസ്മിൻ അവിടെ എഴുന്നേറ്റ് പോകുന്നു. ഇങ്ങനെ ഒരു സാധനം ലൈവിൽ കാണിച്ചു, പക്ഷേ എപ്പിസോഡിൽ കാണിക്കുന്നില്ല. ഇപ്പോഴത്തെ എപ്പിസോഡിനകത്ത് എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലാവും, ലൈവ് കണ്ടിട്ട് എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലാവും, ഇവർ ഒരുമിച്ചിരിക്കുന്ന ഭാഗങ്ങൾ പലപ്പോഴും കുറച്ചാണ് കാണിക്കുന്നത്. ലൈവിൽ കാണിച്ചാലും എപ്പിസോഡിൽ കാണിക്കത്തില്ല. അപ്പം ഇങ്ങനെ കുറേ കളികൾ അവിടെ നടക്കുന്നുണ്ട്. എന്തിനാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ ജയിൽ നോമിനേഷൻ ആയിരുന്നു. ഇതിനിടയ്ക്ക് ഉച്ചയായപ്പോഴേക്കും സിബിൻ പറഞ്ഞു, ഇനി ജാസ്മിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഈ വീട്ടിലുള്ളതായിട്ട് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. അവരെന്ത് വേണേൽ കാണിച്ചോട്ടെ, അവർ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഞാൻ ആ വഴിക്ക് പോകത്തില്ല. ജാസ്മിൻ ഉണ്ടാക്കുന്ന ഫുഡും എനിക്ക് വേണ്ട എന്ന് സിബിൻ അവിടെ പവർ ടീമിനോട് പറഞ്ഞു. ശരിക്കും പൂജയ്ക്കൊക്കെ ഭയങ്കര വിഷമമായി ഈ ഒരു കാര്യം. കാരണം സിബിൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ഞാൻ ആരും നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരായിട്ട് ആരും ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. പക്ഷേ സിബിൻ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു ഓളം ഉണ്ടായി തുടങ്ങിയത്, ഒരു ഉണർവുണ്ടായി തുടങ്ങിയത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസ്മിനോട് ഒട്ടും താല്പര്യമില്ല. കാരണം ഒരു നല്ല പ്ലെയർ എന്നതിലുപരി ഒരു വ്യക്തിപരമായിട്ട് പോലും ജാസ്മിനോട് ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു താല്പര്യമോ തോന്നുന്നില്ല. അതിന് കാരണം വേറൊന്നുമില്ല, ജാസ്മിന്റെ നാവ് തന്നെയാണ്. എന്താണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ എന്തൊരു അട്ടഹാസമാണ് നടക്കുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, 2 ആഴ്ച മുന്നേ വരെയുള്ള ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വയലന്റ് ആയിരുന്നു. വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം ജാസ്മിനെ അടിച്ചിരുത്തി. ഇപ്പോൾ ജാസ്മിൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജാസ്മിന്റെ ടാർഗറ്റ് ഓഫ് കോഴ്സ് സിബിൻ തന്നെയാണ്. സോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് സംഭവിച്ച ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. എനിവേ അതിനുള്ള മറുപടിയൊക്കെ ജാസ്മിൻ ചിലപ്പം മേടിക്കുമായിരിക്കും, അത് പിന്നുള്ള കാര്യം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നോമിനേഷൻ ആയിരുന്നു, ജയിലിലുള്ള നോമിനേഷൻ. പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് നോറേനെയാണ്. അതിന് കാരണം ഇന്നത്തെ മീറ്റിംഗിന് വന്നില്ല, അതുപോലെ തന്നെ വീട്ടിലെ പല കാര്യങ്ങളും നോറ ചെയ്യുന്നില്ല എന്നതാണ്. ഇത് നോമിനേഷൻ കഴിഞ്ഞപ്പോൾ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോറ പോയിരുന്നു സായിയോട് കുറ്റം പറയുകയാണ്, സായിയോട് കംപ്ലൈന്റ് പറയുകയാണ്, കരയുകയാണ്. നോറയുടെ സ്ഥിരം പരിപാടി. പിന്നെ ജാസ്മിൻ അൻസിബെ നോമിനേറ്റ് ചെയ്തു, ശ്രീരേഖ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു, നോറ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു, അഭിഷേക് ഗബ്രി നോമിനേറ്റ് ചെയ്തു, സായി ജാസ്മിന്, ജിൻഡോ ഗബ്രിക്ക്, ജാസ്മിൻ നോറയ്ക്ക്, നോറ ജാസ്മിനെ. അപ്പം ഇങ്ങനെ നോമിനേഷൻ പോയിട്ട് നോറ കംപ്ലൈൻറ്റ് പറഞ്ഞത് അഭിഷേകിനോട്, എനിക്ക് ജയിലിൽ പോകുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ജാസ്മിൻ്റെ കൂടെ ജയിലിൽ പോകാൻ എനിക്ക് പറ്റത്തില്ല. ജാസ്മിൻ ഇവിടെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുള്ള എല്ലാവരും കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജയിലിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇതേ നോറ തന്നെയാണ് ജാസ്മിൻ്റെ പേര് സജസ്റ്റ് ചെയ്തേക്കുന്നത് നോമിനേഷനിൽ. എന്തൊരു വിരോധാഭാസം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ജയിൽ നോമിനേഷനകത്ത് നടന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോറയുടെ സായിയുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ, കരച്ചിൽ വേച്ചിൽ, അതൊക്കെ നോറയുടെ സ്ഥിരം പരിപാടി. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ വന്നപ്പോഴേക്കും അഭിഷേക് ജയദീപ് നോറയ്ക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. മോളെ അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്, നീ ഉദ്ദേശിച്ചത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ ആരാ ചോദിക്കാൻ, നിന്നോടൊന്നിനെ ഞാൻ ബോധ്യപ്പെടുത്തുന്നത് എന്നും പറഞ്ഞിട്ട് അഭിഷേകിനോട് തട്ടിക്കയറ്റ്. അപ്പോൾ അഭിഷേക് പറഞ്ഞു, നോറ നീ എൻ്റെ ഫ്രണ്ടായിട്ട് ഞാൻ കാണുന്നതോ ഞാൻ സംസാരിച്ചത്, നിന്നോട് ആരാ പറഞ്ഞ അങ്ങനെ കാണാൻ, എന്നെ ഫ്രണ്ടായിട്ടാണ് നിന്നോട് ആരാ പറഞ്ഞേ? അപ്പോൾ നീ എന്നെ ഫ്രണ്ടായിട്ട് കാണാത്തത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത്. അങ്ങനെ തന്നെ. അപ്പോൾ അഭിഷേക് പറഞ്ഞു, എന്താ പിന്നെ ഞാൻ നിന്നോടൊന്നും പറയാൻ വരുന്നില്ല, വരണ്ട പൊക്കോ. ഇതാണ് നോറയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. നോറ പറയുന്നത് മാത്രമാണ് ശരി. അതിപ്പോൾ അവിടെയുള്ള കുറച്ച് പേർക്കുണ്ട്, നോറ, ഗബ്രി, അതുപോലെ ജാസ്മിൻ, 3 പേര്. ഞാൻ മെയിനായിട്ട് ഈ 3 പേരാണ് കാണുന്നത്. ഈ 3 പേർക്കും അവർ പറയുന്നതിനപ്പുറം വേറൊന്നുമില്ല. അവർ പറയുന്നത് മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും മണ്ടന്മാരാണ്. ഇതാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. അതിനകത്ത് നോമിനേറ്റ് ചെയ്ത് വന്നത് ശ്രീതു, ജിൻഡോ, നന്ദനയാണ് നോമിനേറ്റ് ചെയ്ത് വന്നത്. ടാസ്ക് എന്ന് പറയുന്നത് ഒരു ടേബിൾ ഉണ്ടാവും, ടേബിളിൽ ഒരു ബൗൾ ഉണ്ടാവും, ബൗളിൽ കുറച്ച് ബോൾസ് ഉണ്ടാവും, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും, അതിനകത്ത് കുറച്ച് ഗ്ലാസ്സുകൾ ഉണ്ടാവും, ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ. ഈ ബോൾ എടുത്ത് ടേബിളിൽ കുത്തിയിട്ട് ഈ ഗ്ലാസ്സിനകത്ത് ഇടണം. അങ്ങനെ 10 ബോൾ ഇടണം. ശരിക്കും വളരെ രസകരമായ ഒരു ടാസ്ക് ആയിരുന്നു അത്. ശ്രീതുവാണ് വിൻ ചെയ്തത്. ജിൻഡോയ്ക്ക് ക്യാപ്റ്റൻ ആവണമെന്ന് വലിയ താല്പര്യമായിരുന്നു.
അതിനുശേഷം പിന്നെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു ഗോൾഡ് വിന്നർ സൺഫ്ലവർ ഓയിലിൻ്റെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു. അത് ഭക്ഷണം ഉണ്ടാക്കുക, ആ ഗോൾഡ് വിന്നർ ഓയിലിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യുക, ഇത് പ്രോപ്പറായിട്ട് സെർവ് ചെയ്യുക, ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ജഡ്ജസ് ഉണ്ട്. ഇതിൽ പൂജയുടെ ടീമാണ് വിൻ ചെയ്തത്. ഗബ്രിയുടെയും പൂജയുടെ 2 ടീമായിട്ടാണ് മാറ്റിയിരുന്നത്. അപ്പോൾ അതിൽ പൂജയുടെ ടീമാണ് വിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കൊരു കോമഡി ഉണ്ടായത്, സിബിൻ ഒരു അരിപ്പിലാണെന്ന് തോന്നുന്നു ഫിഷിൻ്റെ പീസ് എടുത്ത് ഒരു സൈഡിൽ പോയിട്ട് മാറി നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലൈവിൽ കാണിച്ചു, എപ്പിസോഡിലും ആ ഷോട്ട് കാണിച്ചു, പക്ഷേ ഡയലോഗ് കാണിച്ചില്ല. ബിഗ് ബോസ് പറഞ്ഞ ഡയലോഗ് കാണിച്ചില്ല. ലൈവിൽ കണ്ടത് ഇങ്ങനെയാണ്, ബിഗ് ബോസ് പറയുന്നു സിബിൻ ആരും കണ്ടിട്ടില്ല കേട്ടോ എന്നൊരു ഡയലോഗ് ട്രോള് പോലെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കാണിച്ചു, രസകരമായിരുന്നു അത്. ഇത് കഴിഞ്ഞ് പിന്നെ ജയിലിലേക്ക് പോകേണ്ട ആൾക്കാർ ജയിലിലേക്ക് വിടുക എന്ന ചടങ്ങ്. ജാസ്മിനും നോറയും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, ജയിൽ ഡ്രസ്സ് ഇടുന്നു, ജയിലിലേക്ക് പോകുന്നു. അപ്പോൾ അവർക്ക് അവിടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. 2 ബൗളുകളിലായിട്ട് മുത്തുകൾ കൊടുത്ത് അത് കോർത്ത് 19 മാലയാക്കിയിട്ട് നാളെ രാവിലത്തേക്ക് റെഡിയാക്കാൻ പറഞ്ഞു, എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതായിരുന്നു ജയിലിലേക്ക് ഇവർക്ക് കൊടുത്ത ടാസ്ക്. ഇതിനിടയ്ക്ക് നടന്നൊരു സംഭവം, ഈ ജിൻഡോ ഭക്ഷണവും കൊണ്ട് ഇവരുടെ അടുത്തേക്ക് പോയ സമയത്ത് പിന്നാലെ പോയിട്ട് ഗബ്രി ജിൻഡോയെ കവർ ചെയ്തുകൊണ്ട് ജാസ്മിൻ ഒരു ഹഗ് കൊടുത്തു. ഇവർക്ക് പിന്നെ കെട്ടിപ്പിടിക്കാണ്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ജിൻഡോ അത് ഇഷ്യൂ ആക്കി. ജിൻഡോയ്ക്ക് അത് മനസ്സിലായി. അവൻ്റെ ജാസ്മിൻ്റെ ഡയലോഗ് എന്താ, ഇടയ്ക്ക് നിന്നിട്ടും ഫലം ഉണ്ടായില്ലല്ലോ അളിയ എന്നൊരു ഡയലോഗ് അടിച്ചു. അപ്പോൾ ഇത് ജിൻഡോ കേട്ടിട്ട് നീ എന്താ ഉദ്ദേശിച്ചത്, എന്താ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ കെട്ടിപ്പിടുത്തതിന് ഇടയ്ക്ക് നിൽക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ സംസാരിച്ചു. ഉടനെ ജാസ്മിൻ അത് നിങ്ങളോടല്ല പറഞ്ഞത്, ഞാൻ നോറയോടാ പറഞ്ഞത്. അപ്പോൾ ജാസ്മിൻ എന്തും പറയാം, ജാസ്മിനെ ആരും ഒന്നും പറയാൻ പാടില്ല. ഇതാണ് ജാസ്മിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നോറ ജാസ്മിൻ സൗഹൃദ സംഭാഷണം. എന്തുകൊണ്ട് നോറയ്ക്ക് ജാസ്മിനോട് ദേഷ്യം വരുന്നു, ദേഷ്യം തോന്നാനുള്ള കാരണം മുൻപ് നോറ ഇമോഷണലി വീക്കാണെന്നൊക്കെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് ദേഷ്യം. ജാസ്മിൻ പറഞ്ഞു 2024 കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തെ ആൾക്കാർ ആ ഒരു സെൻസിൽ എടുക്കുമെന്ന് വിചാരിച്ചു, അത് പിന്നെ ആണെങ്കിലും മാറും എന്നൊക്കെ വിചാരിച്ചു 2 ആഴ്ച മുൻപ് വരെ എന്നൊക്കെയുള്ള ലെവലിൽ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിന് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്, പുറത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഹൗസിൽ പിന്നെ കണ്ട കാര്യങ്ങളൊക്കെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആ മാല ശരിക്കും ഉണ്ടാക്കാത്തതിൻ്റെ പേരിൽ ജാസ്മിൻ ജിൻഡോ തമ്മിലൊരു സംസാരം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേരിൽ ജാസ്മിൻ ജിൻഡോനെ വളരെ മോശമായിട്ട് കളിയാക്കുന്നുണ്ട്. തനിക്ക് വേണമെങ്കിൽ ഞാൻ അരഞ്ഞാണ് കെട്ടിത്തരാം എന്നുള്ള ലെവലിൽ വരെ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട്. എന്ത് വൃത്തികെട്ട ഭാഷയാണ് പെൺകുട്ടിയുടെ. കഴിഞ്ഞ ദിവസം ഗബ്രി പറയണ്ടായിരുന്നു ജാസ്മിൻ 23 വയസ്സേ ഉള്ളൂ, ഇവിടെ ഉള്ള ഏറ്റവും കൊച്ചുകുട്ടി ജാസ്മിനാണ്. ഒരു കൊച്ചുകുട്ടിയുടെ വായിൽ നിന്ന് വരേണ്ട വാക്കുകളല്ല ജാസ്മിൻ സംസാരിക്കുന്നത്. വളരെ മോശമായിട്ടാണ് അവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുന്നത്. ജയിലിൽ കിടന്നുകൊണ്ട് എന്തൊരു വെറുപ്പിക്കലാണെന്നറിയോ. ഇവരുടെ പ്രണയലീലകളായിരുന്നു. ജാസ്മിൻ ഇവിടെ ഇരുന്ന് എനിക്ക് നിന്നെ കാണാം, നിനക്ക് അവിടെ നിന്ന് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ നോക്ക് എന്നൊരു കൈ കാണിക്കുന്നു, കിസ് കൊടുക്കുന്നു, ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു, ഹഗ് ചെയ്യുന്നു, ലവിൻ്റെ സിമ്പിൾ കാണിക്കുന്നു, എന്തൊക്കെ മേടുകളാണ് കാണിക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസിന് ഇത് കുട്ടികൾ കാണുന്ന ഷോ അല്ല. ഉച്ചയ്ക്ക് സിബിൻ്റെ ആ ഒരു ഇഷ്യൂ വന്ന സമയത്ത് സിബിൻ ഇത് കുട്ടികൾ കാണുന്ന ഷോയാണ്, ഫാമിലി കാണുന്ന ഷോ ആണ് എന്നൊക്കെ ഡയലോഗുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഫാമിലി കാണുന്നില്ല, കുട്ടികൾ കാണുന്നില്ല, ആരും കാണുന്നില്ല എന്നാണ് ഇവർ വിചാരിക്കുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ കണ്ട കാഴ്ചകൾ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുന്നിൽ വന്നാൽ ജാസ്മിനായാലും ഗബ്രിക്കായാലും മുന്നിൽ വന്നാൽ തല്ല് പൊട്ടിക്കാനുള്ള ദേഷ്യം ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ അത്രയും ഇറിറ്റേഷനാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. അതിനകത്തുള്ളതിൽ ഏറ്റവും ഡേർട്ടി കണ്ടസ്റ്റൻസ് എന്ന് പറയാണ്ടിരിക്കാൻ ഒട്ടും വയ്യ. അവരുടെ ഗെയിം എന്തോ ആയിക്കോട്ടെ, ഞാൻ കണ്ടസ്റ്റൻസ് ലെവലിൽ പറയുകയാണ്, അവരുടെ ഗെയിം എന്തോ ആയിക്കോട്ടെ, ആ വ്യക്തികളെന്ന് പറയുന്നത് അവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളായിക്കോട്ടെ, അവരുടെ സംസാര രീതി ആയിക്കോട്ടെ, ഉപയോഗിക്കുന്ന ഭാഷകളായിക്കോട്ടെ വളരെ മോശമാണ്. ഇന്ന് ഇപ്പം സിബിൻ ചെയ്ത തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല, ഒരിക്കലും ന്യായീകരിക്കില്ല, ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ ആക്ഷൻ എന്താണെന്നുള്ളത് കാണിച്ചിട്ടില്ല, അത് ലൈവിലും കാണിച്ചിട്ടില്ല, എപ്പിസോഡിലും കാണിച്ചിട്ടില്ല. സിബിൻ പറഞ്ഞതാണ് കണ്ടത്, ഇങ്ങനെയാണ് ഞാൻ ആക്കിയതെന്നുള്ള ലെവലിൽ പറഞ്ഞു. അത് അങ്ങനെ ആയിരിക്കില്ല, ഒരു പക്ഷേ ഒരു തെറി ലെവലിലായിരിക്കും കാണിച്ചിട്ടുള്ളൂ. അത് ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന് അത്രമാത്രം ആ വ്യക്തിയെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ചെയ്തത് കയ്യിൽ നിന്ന് പോവും. കാരണം ആ ഒരു ഹൗസ് അങ്ങനെയാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു വോൾക്കാനോയാണ് ബിഗ് ബോസ് വീടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നു ഒരു പക്ഷേ സിബിൻ പോയി ചിലപ്പോൾ തല്ലിയാനെ. അപ്പോൾ എന്തായാലും അതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇവരുടെ സംസാര രീതി ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷനാണ്. അത് അവിടെ ഒച്ചയെടുത്ത് സംസാരിക്കുന്ന ഒന്ന് ഗബ്രി, ജാസ്മിൻ, നോറ, പിന്നെ ജിൻഡോ ഒച്ചയെടുത്ത് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ജിൻഡോ പിന്നെ ചില സമയങ്ങളിൽ വെറുതെ പോയി ചൊറിയാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇവരുടെ സംസാര രീതി ഭയങ്കര മോശം. ഇപ്പം രാത്രി തന്നെ ലൈവ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ആ ജയിലിനകത്ത് കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. പുറത്തിരിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന സിബിന ജയിലിനകത്ത് കിടന്ന് ജാസ്മിൻ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ജാസ്മിനാണോ വൈൽഡ് കാർഡ് അതോ സിബിനാണോ വൈൽഡ് കാർഡ്? എനിക്ക് കൺഫ്യൂഷനാണ് ഇപ്പോൾ. വൈൽഡ് കാർഡായിട്ട് കയറിയിരിക്കുന്നത് ജാസ്മിനാണോ സിബിനാണോ എന്നുള്ള കൺഫ്യൂഷനാണ് ഞാനിപ്പോൾ ഉള്ളത്.
അത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ്. അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് ജാസ്മിനോട് യാതൊരു താല്പര്യമില്ല. എനിക്കവിടെ പ്രത്യേകിച്ചൊരു ഇഷ്ടം ഒരു കണ്ടസ്റ്റൻസിനോട് തോന്നിയിട്ടില്ല. പക്ഷേ ഇവർ വന്നതിന് ശേഷം ഇപ്പം സിബിൻ ആയിക്കോട്ടെ, സായി ആയിക്കോട്ടെ, നന്ദന ആയിക്കോട്ടെ, മറ്റുള്ള രണ്ട് അഭിഷേകുമാരും ഇവരൊക്കെ വന്നതിന് ശേഷം, പൂജ ആയിക്കോട്ടെ, ഇവരൊക്കെ വന്നതിന് ശേഷം ബിഗ് ബോസ് ഹൗസ് ഒന്ന് ഉണർന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈൽഡ് കാർഡ്സിനോടൊരു താല്പര്യമുണ്ട്. അതിനകത്ത് ഗെയിം അറിഞ്ഞ് കളിക്കുന്ന 1-2 പേരെന്ന് പറയുന്നത് സിബിനും സായിയുമാണ്, പൂജയുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ആസ് യൂഷ്വൽ അവർ വരുന്നു, ജസ്റ്റ് വന്നു, അവരുടെ രീതിക്ക് അവർ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷേ ഈ 3 പേരും കളി അറിഞ്ഞ് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പൂജ പിന്നെ അങ്ങോട്ട് കയറി ഒന്നിനും അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ലെന്ന് മാത്രം. എനിവേ, ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ് പോയത്. നമുക്ക് അടുത്ത ദിവസം പുതിയ എപ്പിസോഡിൻ്റെ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.